അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹിൽ വാഹിദിൽ അഹദ് അൽ ഫർദിസ് സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുല്ലഹു കുഫുവൻ അഹദ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി സ്വലാത്തൻ ബിലാ അദദ് ബാഖിയത്തൻ ഇലൽ അബദ്. അമ്മ ബഅദ്. ബഹുമാന്യനായ അധ്യക്ഷ സുഹൃത്ത്, ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ MI അബ്ദുൽ അസീസ് സാഹിബ്, മഹത്തായ ഈ സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്ന മുഹ്തറം ഹാമിദ് മുഹമ്മദ് ഖാൻ, അമീർ ഹൽക്ക ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് തെലുങ്കാന, വേദിയിലും സദസ്സിലുമുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെയും പോഷക പ്രസ്ഥാനങ്ങളുടെയും നേതാക്കളെ, ബഹുമാന്യരായ അതിഥികളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങൾക്കേവർക്കും ജമാഅത്തെ ഇസ്ലാമി ഹിന്ദിൻ്റെ ഊഷ്മളമായ വിപ്ലവ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു. അങ്ങേയറ്റത്തെ സന്തോഷത്തോടു കൂടിയാണ് തൃശ്ശൂർ ജില്ലയിലെ ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ ഈ മഹാസമ്മേളനത്തെ ഞാൻ അഭിസംബോധന ചെയ്യുന്നത്. ഞാൻ വിചാരിക്കുന്നു, ഈ തിങ്ങി നിറഞ്ഞ സദസ്സ് ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ സാരഥ്യം വഹിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആവേശദായകമാണ്. ഞാൻ വിചാരിക്കുന്നു, നിങ്ങൾ മുന്നിൽ കാണുന്ന ഈ വേദി, ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെയും പോഷക സംഘടനകളുടെയും നേതാക്കൾ ഉൾക്കൊള്ളുന്ന ഈ വേദി നിങ്ങൾക്കും ആവേശം നൽകാൻ സഹായകമാണ്. നാം ഒരുമിച്ചിരിക്കുമ്പോഴും പരസ്പരം കാണുമ്പോഴും പരസ്പരം ആശ്ലേഷിക്കുമ്പോഴും ഉണ്ടാകുന്ന സന്തോഷം നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജിയാണ്. ആ പോസിറ്റീവ് എനർജി, അത് നൽകുന്ന ഫലങ്ങൾ ഈ ദുനിയാവിൽ വെച്ച് അവസാനിക്കും എന്ന് നാം കരുതുന്നില്ല. അത് മരണത്തിന് ശേഷം പരലോകത്തിലേക്കും നീളുന്നതാണ്. ഐനൽ മുതഹാബ്ബൂന ബിജലാലി, ഞാൻ കാരണം പരസ്പരം സ്നേഹിച്ചവരെവിടെ എന്ന് പടച്ച റബ്ബ് വിളിച്ചു ചോദിക്കുമ്പോൾ, അല്ലാഹുവേ, നിന്റെ പേരിൽ, നിന്റെ ദീനിൻ്റെ പേരിൽ ഞങ്ങൾ പരസ്പരം സ്നേഹിച്ചിരുന്നു, ഞങ്ങളിതാ ഇവിടെയും വന്നു ചേർന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അർഷിൻ്റെ തണലല്ലാത്ത മറ്റൊരു തണലുമില്ലാത്ത മഹ്ശറിൽ ആ തണലിലേക്ക് നീങ്ങി നിൽക്കുവാനുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. 1948 സ്വാതന്ത്ര്യത്തിന് ശേഷം ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് സ്ഥാപിതമായിട്ടുള്ളത്. നേരത്തെ അവിഭക്ത ഭാരതത്തിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന പേരിൽ പ്രവർത്തിച്ചിരുന്ന സംഘടനയിൽ നിന്ന് അവശേഷിക്കുന്ന ഇന്ത്യയിലുള്ള ആളുകൾ ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് 1948 ജമാഅത്തെ ഇസ്ലാമി രൂപീകരിച്ചത്. അന്നു മുതൽ ഇന്നോളം ഇടതടവില്ലാതെ
ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നാനാവിധേനയുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രസംഗത്തിന് ഞാനിപ്പോൾ മുതിരുന്നില്ല. ഇൻഷാ അല്ലാഹ് ഹൽക്ക അമീറിൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ നിങ്ങൾക്കത് കേൾക്കാൻ കഴിയും. ഈ സന്ദർഭത്തിൽ ഞാൻ ഒന്നേ പറയുന്നുള്ളൂ, ഈ പ്രസ്ഥാനം ഏത് സന്ദർഭത്തിലും അതത് സന്ദർഭങ്ങളിൽ ഇസ്ലാമിക സമൂഹത്തെയും ദേശവാസികളെയും ഉണർത്തേണ്ടുന്ന കാര്യങ്ങൾ ഉണർത്തിക്കൊണ്ടിരുന്നിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമരം നടന്ന കാലത്ത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുക എന്നത് ഏതൊരു വിശ്വാസിയുടെയും വ്യക്തിപരമായ ബാധ്യതയാണ് എന്ന് ഈ പ്രസ്ഥാനം പറഞ്ഞിട്ടുണ്ട്. ബ്രിട്ടീഷുകാരൻ ഇവിടെ നിന്ന് പോകുന്ന സന്ദർഭത്തിൽ ബ്രിട്ടീഷുകാരൻ പോയതിന് ശേഷവും അവൻ്റെ മൂല്യങ്ങൾക്കനുസരിച്ചാണ് ഈ ലോകത്തെ, ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ അതിന് സ്വാതന്ത്ര്യമെന്ന് പറയാൻ പറ്റില്ല. പകരം നമ്മുടേതായ മൂല്യങ്ങളിൽ നിന്നുകൊണ്ട് ഈ രാജ്യത്തെ പുനർനിർമ്മിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് എന്ന് ഈ പ്രസ്ഥാനം പറഞ്ഞിട്ടുണ്ട്. ഈ രാജ്യത്തെ പുനർനിർമ്മിക്കാൻ ആവശ്യമായ അടിത്തറകളും മൂല്യങ്ങളും ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇത് ഞങ്ങളുടെ മാത്രമല്ല, പ്രവാചകന്മാരാൽ പ്രബോധനം ചെയ്യപ്പെട്ട ഏകനായ സ്രഷ്ടാവിനാൽ മനുഷ്യ സമൂഹത്തിന് നൽകപ്പെട്ട ആ സന്ദേശമായിരിക്കും ഈ രാജ്യത്തിൻ്റെ മൂല്യങ്ങളെ പുനർനിർണയിക്കാനും രാജ്യത്തെ കെട്ടുറപ്പോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനും നല്ലത് എന്നുള്ള ആശയം അന്ന് ഈ രാജ്യനിവാസികളുടെ മുമ്പാകെ പ്രസ്ഥാനം വെച്ചിട്ടുണ്ട്. വിഭജനത്തിന് വേണ്ടിയുള്ള വാദങ്ങൾ ഉണർന്നപ്പോൾ ഇന്ത്യ വിഭജനം ഈ രാജ്യത്തെ രക്ഷിക്കുകയല്ല, ഈ രാജ്യത്തിന് തീർത്താ തീരാത്ത ദുരന്തങ്ങൾ ഉണ്ടാക്കുകയാണ് എന്ന് പറയുവാൻ ഈ പ്രസ്ഥാനം മുന്നോട്ട് വന്നിട്ടുണ്ട്. വിഭജനത്തിനും ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനും ശേഷം രാജ്യത്തെ സാമുദായികമായ അടിത്തറകളിൽ വിഭജിക്കുന്നതിന് പകരം രാജ്യത്ത് എല്ലാ മതവിശ്വാസികൾക്കും പരസ്പരം ചേർന്ന് ജീവിക്കാൻ കഴിയുന്ന ഒരു ഫെഡറൽ സംവിധാനം, സാംസ്കാരികവും ഭാഷാപരവുമായ ഒരു ഫെഡറൽ സംവിധാനമാണ് ആവശ്യം എന്ന് അന്ന് പ്രസ്ഥാനം പറഞ്ഞിട്ടുണ്ട്. രാജ്യത്ത് ഫാഷിസം വിജയം വരിക്കുകയും ഫാഷിസം അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളോടും കൂടി രംഗത്ത് വരികയും ചെയ്ത സാഹചര്യത്തിൽ ഫാസിസത്തിനെതിരെ മതനിരപേക്ഷ കക്ഷികളെ വിജയിപ്പിക്കുവാനും അവരെ ഒരുമിപ്പിക്കുവാനും ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ പ്രസ്ഥാനം സംഘടിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ ഇപ്പോൾ മുഖ്യമായ ഒരാശയം ജനങ്ങളുടെ മുമ്പാകെ വെച്ചുകൊണ്ടാണ് ഈ ജില്ലാ സമ്മേളനങ്ങൾ നടക്കുന്നത്. ജില്ലാ സമ്മേളനത്തിൻ്റെ പ്രമേയം ഇസ്ലാം സന്തുലിതമാണ് എന്ന പ്രമേയമാണ്. ഇസ്ലാം സന്തുലിതമാണ് എന്നതിനർത്ഥം അത് ഒരു പച്ചവെള്ളമാണെന്നോ അത് ഊർജമില്ലാത്ത എന്തെങ്കിലും ഒരു സാധനമാണെന്നോ അല്ല. മനുഷ്യജീവിതത്തിൻ്റെ വിവിധ ഘടകങ്ങൾ പരസ്പര പൂരകങ്ങളായതുപോലെ, പരസ്പരാശ്രിതങ്ങളായതുപോലെ, പരസ്പര സഹായകങ്ങളായതുപോലെ ഇസ്ലാമിൻ്റെ എല്ലാ വശങ്ങളും പരസ്പര പൂരകങ്ങളാണ്, പരസ്പരാശ്രിതങ്ങളാണ്, പരസ്പര സഹായകങ്ങളാണ്. അവ തമ്മിൽ താളാത്മകമായ ഒരു ബന്ധമുണ്ട്. ജീവിതത്തിൻ്റെ ഓരോ വശത്തെയും അത് വെക്കേണ്ടിടത്താണ് വെക്കുന്നത് എന്ന ഒരാശയമാണ് ഇസ്ലാം സന്തുലിതമാണ് എന്ന ആശയത്തിലൂടെ ജമാഅത്തെ ഇസ്ലാമി ഉയർത്തിപ്പിടിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഏതൊക്കെ അസന്തുലിതത്വങ്ങളിലേക്ക്, ഏതൊക്കെ അതിവാദങ്ങളിലേക്ക്
ഇസ്ലാമിക സമൂഹം വഴുതി പോകുന്നുണ്ടോ, ആ അസന്തുലിതത്വങ്ങളിൽ നിന്നും ആ അതിവാദങ്ങളിൽ നിന്നും മുസ്ലിം സമൂഹത്തെ രക്ഷിക്കുവാനാണ് ഈ പ്രമേയത്തിലൂടെ ജമാഅത്തെ ഇസ്ലാമി ആഗ്രഹിക്കുന്നത്. ഏതൊക്കെ തീവ്രവാദത്തെക്കുറിച്ചും ഏതൊക്കെ ഭീകരവാദത്തെക്കുറിച്ചും ഏതൊക്കെ അതിവാദത്തെക്കുറിച്ചുമുള്ള ആരോപണങ്ങളാണോ ഇസ്ലാമിനും ഇസ്ലാമിക സമൂഹത്തിനുമേൽ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്, ആ ആരോപണത്തിൻ്റെ നിജസ്ഥിതി ജനങ്ങളുടെ മുമ്പാകെ തുറന്നു വയ്ക്കുവാനും ഇസ്ലാം നൽകുന്ന സമാധാനപരമായ സഹവർത്തിത്വത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശം സ്വയം ഉയർത്തിപ്പിടിക്കുവാനും ആ സന്ദേശത്തിൻ്റെ പ്രചാരകരായി ഇസ്ലാമിക സമൂഹത്തെ മാറ്റിയെടുക്കുവാനുമാണ് ഈ പ്രമേയം മുഖേന ജമാഅത്തെ ഇസ്ലാമി ആഗ്രഹിക്കുന്നത്. ഞാൻ വിചാരിക്കുന്നു ഇൻഷാ അല്ലാഹ് ഈ സമ്മേളനത്തിൽ പ്രമേയത്തെ വിശദമായി പ്രതിപാദിക്കുന്ന പ്രഭാഷണങ്ങൾ ഉണ്ടാകും. ഇന്ന് ഇന്ത്യ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രതിസന്ധിയെക്കുറിച്ച് മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ ചില കാര്യങ്ങൾ കൊണ്ടുവരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടുകൂടി നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുള്ള മാറ്റം ഒരു സാധാരണ മാറ്റമല്ല. ജനാധിപത്യത്തിൽ നിന്ന്, മതനിരപേക്ഷതയിൽ നിന്ന്, സ്വയം നിർണയാവകാശത്തിൽ നിന്ന്, സമാധാനപരമായ സഹവർത്തിത്വത്തിൽ നിന്ന്, പോസിറ്റീവായിട്ടുള്ള ബഹുസ്വരതയിൽ നിന്ന് ഫാഷിസത്തിലേക്ക്, ഏകാധിപത്യത്തിലേക്കുള്ള ഒരു മാറ്റമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടുകൂടി സംഭവിച്ചിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കുന്നു. ഫാഷിസത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ്റും ഒരു നായകനുമാണ് ഇന്ന് ഭാരതത്തിനുള്ളത് എന്ന് നാം ഇതിനകം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത വ്യത്യസ്തങ്ങളും എന്നാൽ പരസ്പര പൂരകങ്ങളുമായ 3 ഭരണസ്വരൂപങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് രാജ്യത്തിൻ്റെ ഭരണഘടന എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഭരണസ്വരൂപമാണ് ജുഡീഷ്യറി എന്ന് പറയുന്നത്. ജുഡീഷ്യറി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് രാജ്യത്തിലെ ഗവൺമെൻറ്റും ജനങ്ങളും രാജ്യത്തിൻ്റെ ഭരണഘടനയനുസരിച്ച് മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാനും എവിടെയെങ്കിലും വീഴ്ചകൾ വരുത്തുന്നുണ്ടെങ്കിൽ അത് തിരുത്തുന്ന സ്വഭാവത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുവാനുമാണ്. രാജ്യത്തിൻ്റെ പൊതു സ്വഭാവത്തിന് വിരുദ്ധമായി, രാജ്യം മുന്നോട്ട് വച്ചിട്ടുള്ള മൗലിക തത്വങ്ങൾക്ക് വിരുദ്ധമായി പാർലമെൻറ്റുകളോ നിയമസഭകളോ നിയമനിർമ്മാണം നടത്തുന്നുണ്ടെങ്കിൽ ആ നിയമനിർമ്മാണത്തിൽ തന്നെ പുനർവിചാരണ നടത്തുവാനും ആ നിയമനിർമ്മാണത്തെ ഭരണഘടനയുടെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് അതിൻ്റെ സ്പിരിറ്റ് അനുസരിച്ചുകൊണ്ട് വിശദീകരിച്ച് തെറ്റ് തിരുത്തുവാനും പര്യാപ്തമായിട്ടുള്ള ഒരു സ്വതന്ത്ര ബോഡി എന്നുള്ള നിലക്കാണ് ജുഡീഷ്യറി ഉള്ളത്. എന്നാൽ പുതിയ ഗവൺമെൻറ് ആ ജുഡീഷ്യറിയെ കൈപ്പിടിയിൽ ഒതുക്കുവാൻ ശ്രമിക്കുകയാണ്. ജുഡീഷ്യറിയിൽ ജഡ്ജിമാരുടെ നിയമനത്തെക്കുറിച്ച് ഉള്ള സങ്കല്പങ്ങളെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നു. ലെജിസ്ലേച്ചറിന്, ഭരണകൂടത്തിന് അല്ലെങ്കിൽ ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന വ്യക്തിക്ക് ജഡ്ജിമാരെ സ്വതന്ത്രമായി തീരുമാനിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള സംവിധാനമാണ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. രാജ്യത്ത് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന, ഉയർന്ന ജോലികൾ കരഗതമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന, ഗവൺമെൻറ്റിനെ പ്രീതിപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന, തൻ്റെ പദവിയിൽ ഉറച്ചു നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്കും ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി വിധികൾ പുറപ്പെടുവിക്കാൻ സാധ്യമല്ലാത്ത വിധം ജുഡീഷ്യറിയെ ലെജിസ്ലേച്ചറിന് കീഴിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഏകാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ്. നമ്മുടെ രാജ്യത്ത് രാജ്യ സുരക്ഷയ്ക്കായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള സൈന്യത്തെ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി മുമ്പ് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ 125 കോടി ജനങ്ങളെയും ബാധിക്കാനുള്ള ഒരു തീരുമാനം
ആ തീരുമാനം എടുക്കുന്നതിന് മുമ്പായി സേനാനായകന്മാരോട് സംസാരിക്കുകയും അതിർത്തികളിൽ ചെന്ന് സേനയെ ഒരുക്കി നിർത്തുകയും കഴിഞ്ഞ ദീപാവലി ആഘോഷം തന്നെ സൈന്യത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ട് ഈ രാജ്യത്തിലെ ജനങ്ങൾക്കെതിരായി ഞാനിതാ സൈന്യത്തെ ഉപയോഗിക്കാൻ പോകുന്നു എന്ന സന്ദേശം ആദ്യമായി നൽകിക്കൊണ്ടാണ് നോട്ട് നിരോധനം എന്ന ഏർപ്പാട് നടപ്പിലാക്കിയിട്ടുള്ളത് എന്ന് വരുമ്പോൾ സൈന്യത്തെയും തൻ്റെ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ നമ്മുടെ സർക്കാർ മുന്നോട്ട് വന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. മൂന്നാമതായി, ചരിത്രത്തിൽ ഏറ്റവും ആദ്യമായി സംഭവിച്ച ഒരു കാര്യമാണ് റിസർവ് ബാങ്ക് എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര സ്ഥാപനത്തെ. റിസർവ് ബാങ്ക് വളരെയധികം സ്വാതന്ത്ര്യങ്ങളുള്ള ഒരു സ്ഥാപനമാണ്. രാജ്യത്തിൻ്റെ സാമ്പത്തിക വിനിമയത്തെ സംബന്ധിച്ച് മനസ്സിലാക്കാനും അവിടെയുള്ള പോരായ്മകൾ വിലയിരുത്തി തിരുത്തേണ്ടത് തിരുത്താനും സാധ്യമായ സ്വതന്ത്ര സ്വഭാവമുള്ള ഒരു ഏജൻസിയാണത്. ആ ഏജൻസിയെ ഒരു പൊളിറ്റിക്കൽ കാസിന് വേണ്ടി, ഒരു രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തപ്പെട്ട അനുഭവം ഇന്ത്യയിൽ വളരെ വിരളമായി മാത്രമേ കാണാൻ കഴിയൂ എന്നുള്ളതാണ്. എന്നാൽ ഇത്തവണ സംഭവിച്ചിട്ടുള്ളത്, റിസർവ് ബാങ്ക് ഗവർണറെ മാറ്റി തനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ അവിടെ കൊണ്ടുപോയി ഇരുത്തി. പക്ഷേ ആ ഇരുത്തിയ ആളെ പോലും നോക്കുകുത്തിയാക്കി നിർത്തിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഡിമോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ഏർപ്പാട് നടപ്പിലാക്കിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഡിമോണിറ്റൈസേഷൻ എന്ന പരിപാടി ഈ രാജ്യത്തിലെ മുഴുവൻ സാധാരണക്കാരെയും ബാധിച്ചിട്ടുള്ള പരിപാടിയാണ്. എത്ര ദിവസമാണ് നമ്മളൊക്കെ ക്യൂവിൽ നിൽക്കേണ്ടി വന്നത്? എത്ര ദിവസമാണ് ക്യൂവിൽ നിന്ന് പണം കിട്ടാതെ നാം തിരിച്ചു പോരേണ്ടി വന്നത്? എത്ര കാർഷിക വിഭവങ്ങളാണ് കൃഷിഭൂമിയിൽ തന്നെ കുഴിച്ചു മൂടേണ്ടി വന്നത്? എത്ര വ്യാവസായിക ഉൽപ്പന്നങ്ങളാണ് ഇപ്പോഴും കെട്ടിക്കിടന്നുകൊണ്ടിരിക്കുന്നത്? എത്ര തൊഴിലാളികളാണ് അവരുടെ തൊഴിൽ സ്ഥലത്ത് നിന്ന് അവരുടെ ഗ്രാമങ്ങളിലേക്ക്, പട്ടിണികളിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നിട്ടുള്ളത്? ഈ സംഗതികളെല്ലാം വിലയിരുത്തിയാൽ നമുക്ക് കാണാൻ കഴിയും, രാജ്യത്തിൻ്റെ മൊത്തം വരുമാനത്തിൽ വമ്പിച്ച ഇടിവ് സംഭവിപ്പിക്കുന്ന സ്വഭാവത്തിൽ, GDPയെ തകർക്കുന്ന വിധത്തിൽ യഥാർത്ഥത്തിൽ ഈ ഡിമോണിറ്റൈസേഷൻ പ്രവർത്തിച്ചു. ഈ ഡിമോണിറ്റൈസേഷന് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പട്ടാളത്തെ ഉപയോഗപ്പെടുത്തി, ജുഡീഷ്യറിയെ ഉപയോഗപ്പെടുത്തി, അതുപോലെ തന്നെ റിസർവ് ബാങ്കിനെ ഉപയോഗപ്പെടുത്തി, രാജ്യത്തിലെ മുഴുവൻ മീഡിയകളെയും ദുരുപയോഗപ്പെടുത്തി. എന്നിട്ട് ഒരു പുതിയ മെസ്സേജ് ഇന്ത്യയിൽ ഒരു പ്രധാനമന്ത്രിയും രാജ്യത്ത് നൽകിയിട്ടില്ലാത്ത ഒരു മെസ്സേജ് നൽകി. ആ മെസ്സേജ് എന്താണ്? എനിക്ക് നിങ്ങളെ മുഴുവൻ പ്രതികൂലമായി ബാധിക്കുന്ന, നിങ്ങളെ മുഴുവൻ വയറ്റത്തടിക്കുന്ന ഏറ്റവും ഗുരുതരമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും. അങ്ങനെ ഒരു തീരുമാനമെടുത്താൻ പോലും ഇവിടെ ഒരു ശബ്ദവും ഉയരാൻ പോകുന്നില്ല, ഒരു കലാപവും ഉണ്ടാകാൻ പോകുന്നില്ല, ഒരു പ്രശ്നവും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ഈ രാജ്യത്തിലെ മുഴുവൻ ജനങ്ങളെയും ഫലപ്രദമായി ഞാൻ മയക്കിക്കടത്തിയിരിക്കുന്നു എന്ന മെസ്സേജാണ് ഈ നോട്ട് ബന്ദിയിലൂടെ, നോട്ട് നിരോധനത്തിലൂടെ ഗവൺമെൻറ്, പ്രധാനമന്ത്രി ജനങ്ങൾക്ക് നൽകാൻ തീരുമാനിച്ചത്. മറ്റെല്ലാ നിലകളിലും നോട്ട് നിരോധനം അമ്പെ പരാജയപ്പെട്ടുവെങ്കിലും ഈ ഒരു സന്ദേശം നൽകുന്നതിൽ യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി വിജയിച്ചു എന്ന് നാം മനസ്സിലാക്കുന്നു. കള്ളപ്പണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, കള്ളനോട്ടുകൾ പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, നോട്ട് നിരോധനത്തിലൂടെ ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് കോടി രൂപയുടെ പുതിയ ഒരു വ്യാപാരം, ഒരു നാണയ വ്യാപാരം പൊടിപൊടിക്കുകയായിരുന്നു എന്ന് നമുക്കറിയാം. ഡൽഹിയിൽ ജീവിക്കുന്ന എനിക്ക് നന്നായി അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഡൽഹിയിൽ ഏതൊരു സാധാരണക്കാരനും അറിയുന്ന കാര്യമാണ്, നിങ്ങളുടെ കയ്യിൽ 1 കോടി രൂപയുടെ പഴയ നോട്ടുണ്ടെങ്കിൽ
80 ലക്ഷം രൂപയുടെ പുതിയ നോട്ട് തരാൻ അവിടെ ഇഷ്ടം പോലെ ആളുകളുണ്ട്. ഒരു പുതിയ കള്ളക്കച്ചവടം, ഒരു പുതിയ കൊള്ള, ഒരു പുതിയ നാണയ ഇടപാടിന് തുടക്കം കുറിക്കാനല്ലാതെ കള്ളനോട്ടോ കള്ളപ്പണമോ കണ്ടെത്തുവാൻ ഈ പണി മൂലം സാധിച്ചിട്ടില്ല എന്ന് ഇപ്പോൾ വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് ജനങ്ങൾ ഇതിനെ പിന്തുണച്ചു, ജനങ്ങളിൽ ഒരു ഭാഗമെങ്കിലും പിന്തുണച്ചു എന്ന ചോദ്യത്തിൻ്റെ മറുപടി നിങ്ങളെ മയക്കിക്കരക്കാവുന്ന ഏറ്റവും നല്ല ഒരു ആയുധം പ്രയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ആയുധം ഒരു രാസായുധമല്ല. ആ ആയുധം മയക്കിക്കിടക്കുന്നതിനുള്ള എന്തെങ്കിലും രാസപദാർത്ഥമല്ല, മറിച്ച് ആ ആയുധം ദേശീയത എന്ന ആയുധമാണ്. മൻമോഹൻ സിംഗ് പാർലമെന്റിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിച്ച ഉടനെ പ്രധാനമന്ത്രിയുടെ പ്രതികരണം വരുന്നത് നോട്ട് നിരോധനത്തിനെതിരെ സംസാരിക്കുന്നവർ പാകിസ്ഥാന് വേണ്ടി സംസാരിക്കുന്നു എന്നുള്ളത്. തനിക്ക് വയറ്റത്തടി കൊള്ളുമ്പോഴും ക്യൂവിൽ നിൽക്കവേ നടുപ്പുറത്ത് മുതുകിലടി കൊള്ളുമ്പോഴും മനുഷ്യൻ വിചാരിക്കുന്നത് ഇത് ദേശത്തിന് വേണ്ടിയാണ്, ദേശീയതയ്ക്ക് വേണ്ടിയാണ്, ഇത് പാകിസ്ഥാനെതിരാണ്, ഇത് ഭീകരവാദത്തിനെതിരാണ് എന്ന് വിചാരിക്കാൻ കഴിയുന്ന തരത്തിൽ ഈ രാജ്യത്തിലെ ആളുകളുടെ മാനസികാവസ്ഥയെ മാറ്റിയെടുത്തു എന്നുള്ളതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം. ഏതൊരു ഫാഷിസവും സ്വീകരിക്കുന്ന ലൈൻ തന്നെയാണിത്. ഏത് ഫാഷിസവും സ്വീകരിക്കുന്ന ലൈനാണ്. ആ ലൈൻ തന്നെയാണ് ഇവിടെയും പ്രയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത്തരത്തിലുള്ള ഒരു ആസുരദേശീയത, ഇത്തരത്തിലുള്ള ഒരു അതിദേശീയത ഈ രാജ്യത്ത് വളർന്നു വരുന്നതിന് സഹായകമായിട്ടുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അതിലൊന്നാമത്തെ ഘടകം ലോകത്ത് മുഴുവൻ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഇസ്ലാമോഫോബിയ എന്ന ആശയമാണ്. സോവിയറ്റ് യൂണിയന്റെ പതനത്തിന് ശേഷം ഇസ്ലാമിക സമൂഹത്തെക്കുറിച്ചും ഇസ്ലാമിക പ്രസ്ഥാനങ്ങളെക്കുറിച്ചും ഇസ്ലാമിക ദർശനത്തെക്കുറിച്ചും തീവ്രവാദമായി ചേർത്തുകൊണ്ട് നടത്തപ്പെട്ട പ്രചണ്ഡമായ പ്രചാരണങ്ങൾ, ആ പ്രചാരണങ്ങൾക്ക് നമ്മുടെ മീഡിയ ഈ രാജ്യത്ത് നൽകിയിട്ടുള്ള സ്വാധീനമാണ്, അതിൻ്റെ വലയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. എനിക്ക് പണം പിൻവലിക്കാൻ പറ്റിയില്ലെങ്കിലും, എനിക്കിന്ന് ജോലിക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിലും, ഞാൻ നട്ടുവളർത്തി ഉണ്ടാക്കിയ തക്കാളി വിൽക്കാൻ കഴിയാതെ എൻ്റെ കൃഷിയിടത്തിൽ തന്നെ ചവിട്ടി മെതിക്കേണ്ടി വരുന്നുണ്ടെങ്കിലും ഇത് പാകിസ്ഥാനിനെതിരല്ലേ, ഇത് ഇസ്ലാമിക തീവ്രവാദത്തിനെതിരല്ലേ എന്ന് ചിന്തിച്ചുകൊണ്ട് ആളുകൾ മൗനം പാലിക്കുന്ന ഒരു ഹിസ്റ്റീരിയ ജന്മമെടുത്തു എന്നുള്ളതാണ്. ഇത് ആളുകൾ തിരിച്ചറിയണം. ഇസ്ലാം ഫോബിയ എന്ന് പറയുന്ന ഒരാശയത്തെ, വാർ ഓൺ ടെറർ എന്ന് പറയുന്ന ഒരു ജൂത അജണ്ടയെ ഈ രാജ്യത്തെ ഫാസിസത്തിലേക്ക് നയിക്കുന്നതിൽ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. വേറെയും വലിയ പ്രതികരണങ്ങളുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കേരളത്തിൽ UAPA ചുവത്തേണ്ട ആവശ്യമില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു. ഇവിടെ അതിൻ്റെ ഒരാവശ്യം കാണുന്നില്ല എന്ന് പറയുമ്പോഴും അനുദിനമെന്നോണം വിവിധ കേസുകളിൽ UAPA ചുമത്തിക്കൊണ്ടിരിക്കുന്നു. ആരാണ് UAPA ചുമത്തുന്നത്? കോൺഗ്രസ് ഗവൺമെന്റ് ഉണ്ടായിരുന്നപ്പോഴും ഇടതുപക്ഷ ഗവൺമെന്റ് ഉണ്ടായിരുന്നപ്പോഴും ആരാണ് UAPA ചുമത്തുന്നത്? UAPA ചുമത്തുന്നത് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരാണ്. IAS ഉദ്യോഗസ്ഥന്മാർ, IPS ഉദ്യോഗസ്ഥന്മാർ, പോലീസുകാർ, പ്രോസിക്യൂട്ടർമാർ, ഇവർ ചേർന്ന ഒരു കമ്പനി. സാധാരണഗതിയിൽ ഡീപ് സ്റ്റേറ്റ് എന്നാണ് അതിന് പറയുന്നത്. ഈ ഡീപ് സ്റ്റേറ്റ് ആണ് യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും.
ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ആശയം എന്താണ്? തെരഞ്ഞെടുക്കപ്പെട്ട സിവിലിയൻ ഗവൺമെന്റിന്റെ പതനം, സിവിലിയൻ ഗവൺമെന്റിന് താഴെയുള്ള പട്ടാളവും പോലീസും ജുഡീഷ്യറിയും ഉൾക്കൊള്ളുന്ന ഉദ്യോഗസ്ഥ സംവിധാനത്തിൻ്റെ അമിതമായ കരുത്ത്, ഇത് ഉയർന്നു വരികയും തെരഞ്ഞെടുക്കപ്പെടുന്ന ഗവൺമെന്റ്, ജനാധിപത്യ ഗവൺമെന്റ്, ജനകീയ ഗവൺമെന്റ്, സിവിൽ ഗവൺമെന്റ് അപ്രസക്തമായി തീരുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷം ലോകത്ത് പല രാജ്യങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ രാജ്യവും അതനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ അറിയണം. ഇതെങ്ങനെയാണ് അനുഭവിക്കാൻ തുടങ്ങിയത്? ഇത് അനുഭവിക്കാൻ തുടങ്ങിയത് അമേരിക്കയും ഇസ്രായേലും തമ്മിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള വിവിധ കരാറുകൾക്ക് ശേഷമാണ്. ടെററിസത്തിനെതിരായിട്ട്, തീവ്രവാദത്തിനെതിരായിട്ട് അമേരിക്കയുമായി ചേർന്നുകൊണ്ട്, ഇസ്രായേലുമായി ചേർന്നുകൊണ്ട്, ലോകത്തുള്ള വിവിധ രാജ്യങ്ങളുമായി ചേർന്നുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഇന്റർനാഷണൽ ട്രീറ്റികൾ കാരണമായിട്ടാണ് നമ്മുടെ ഡീപ് സ്റ്റേറ്റിന്, നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്, നമ്മുടെ ബ്യൂറോക്രസിക്ക്, നമ്മുടെ സൈന്യത്തിന് ഇത്തരത്തിലുള്ള ഒരാവേശം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സാമ്രാജ്യത്വത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നു. സാമ്രാജ്യത്വ താല്പര്യത്തിനനുസരിച്ചും അവരെ താല്പര്യത്തിനനുസരിച്ചും പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ് വന്നാൽ ആ ഗവൺമെന്റിനെ അവർ കൊണ്ടാടുന്നു, അവർക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കുന്നു. ആ താല്പര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ് ഉണ്ടെങ്കിൽ ആ ഗവൺമെന്റിനെ നിഷ്ക്രിയമാക്കാനും ആ ഗവൺമെന്റ് ജനങ്ങളുടെ ശത്രുവാക്കി മാറ്റുവാനുമുള്ള ശ്രമങ്ങൾ ഈ ഡീപ് സ്റ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഡീപ് സ്റ്റേറ്റിന്റെ മനോഭാവത്തിലും ഡീപ് സ്റ്റേറ്റിന്റെ ചെയ്തികളിലും യഥാർത്ഥത്തിൽ ഈ ഫാസിസത്തിന്റെയും സാമ്രാജ്യത്വത്തിന്റെയും കൂട്ടുകെട്ടിന്റെ ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഈ സന്ദർഭത്തിലാണ് ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാം സന്തുലിതമാണ് എന്ന ഒരാശയം ജനങ്ങളുടെ മുമ്പാകെ വയ്ക്കുന്നത്. ജനങ്ങളോടത് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ, ഈ ലോകത്താകെ പ്രചരിപ്പിക്കപ്പെട്ടതുപോലെ, ഈ ലോകത്ത് IS ഉൾപ്പെടെയുള്ള ചിഹ്നങ്ങളിലൂടെ നിങ്ങളുടെ മനസ്സിനെ വാഴുന്നത് പോലെ ഇസ്ലാം തീവ്രവാദമല്ല. ഇസ്ലാം പീസ്, സമാധാനമാണ്. ഇസ്ലാം സന്തുലിതമാണ്. ഇസ്ലാം സമാധാനപരമായ സഹവർത്തിത്വത്തെ ആഹ്വാനം ചെയ്യുന്നു. ഇസ്ലാം മനുഷ്യ സ്വാതന്ത്ര്യത്തെ ആഹ്വാനം ചെയ്യുന്നു എന്നുള്ള ഒരു സന്ദേശം ലോകത്തിന് നൽകുവാൻ ജമാഅത്തെ ഇസ്ലാമി ആഗ്രഹിക്കുന്നു. അതേ സ്വഭാവത്തിൽ മുസ്ലിം സമുദായത്തിൽ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും CIA-യുടെയും മൊസാദിൻ്റെയും അവയ്ക്കനുസരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ വിവിധ ഏജൻസികളുടെയും അന്വേഷണ ചാര ഏജൻസികളുടെയും ശ്രമഫലമായി തീവ്രവാദത്തിലേക്കും അസന്തുലിതത്വത്തിലേക്കും തള്ളിവിടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരോടും സാധാരണ മുസ്ലിങ്ങളോടും പറയാൻ ആഗ്രഹിക്കുന്നു, വലിയ ഒരു കെണി നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ എപ്പോൾ അസന്തുലിതത്വം കാണുന്നുവോ, അത് ആത്മീയമാണെങ്കിലും അത് ജിഹാദീപരമാണെങ്കിലും അത് വേറെ ഏതെങ്കിലും സ്വഭാവത്തിലുള്ളതാണെങ്കിലും, ആ അമിതത്വത്തെ, ആ അസന്തുലിതത്വത്തെ മുന്നോട്ട് നയിച്ച് ഏതെങ്കിലും കെണിയിലേക്ക് കൊണ്ടു ചെന്നുവിടാൻ വല്ല IS-ൻ്റെയും ഏജന്റാണ് എന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ കഴിയുന്ന വിധത്തിലുള്ള കെണിയിൽ നിങ്ങൾ എത്തിപ്പെടാൻ, വല്ല ദമ്മാജിലും നിങ്ങൾ ചെന്നു ചേരാൻ, നിങ്ങളുടെ നാട്ടുകാരും നിങ്ങളുടെ സമുദായവും വലിയ അളവിൽ പ്രയാസങ്ങൾക്ക് വിധേയമാകാൻ ഇത് കാരണമായി തീരുന്നു എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മുസ്ലിം യുവാക്കളെയും അതുപോലെ തന്നെ സാമാന്യ ജനങ്ങളെയും ജമാഅത്തെ ഇസ്ലാമി ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, ഈ പശ്ചാത്തലത്തിലാണ്
ഇസ്ലാം സന്തുലിതമാണ് എന്നുള്ള ഒരാശയം മുന്നോട്ട് വയ്ക്കുന്നത്. നമ്മുടെ രാജ്യത്ത് എല്ലാ അർത്ഥത്തിലും സന്തുലിതത്വം സംരക്ഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. സമാധാനപരമായ സഹവർത്തിത്വം സംരക്ഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മാത്രമേ നമ്മുടെ ദേശീയത എന്ന് പറയുന്ന ഒരു സംഗതി നിലനിൽക്കുകയുള്ളൂ. ഏകശിലാമുഖമായിട്ടുള്ള ഒരു സംസ്കാരം, ഏകശിലാമുഖമായിട്ടുള്ള ഒരു ജീവിത രീതി എല്ലാ ജനങ്ങളുടെയും മേൽ അടിപ്പിച്ചേൽപ്പിക്കാൻ വിചാരിച്ചാൽ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് അത് നടപ്പുള്ള കാര്യമല്ല. അതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് ജല്ലിക്കെട്ട് നിരോധം തമിഴ്നാട്ടിൽ സംഭവിച്ചത്. കേരളത്തിൽ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ജല്ലിക്കെട്ടിൻ്റെ ഒരു പ്രസക്തിയെക്കുറിച്ചും, അതായത് അത് കാള പോര് എന്ന് പറയാവുന്ന ഒരു ഏർപ്പാടാണ്, അതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചും നമുക്കറിയില്ല. അതെന്തിനാണ് എന്ന് പലപ്പോഴും നമ്മൾ ചോദിക്കും. പക്ഷേ സംഭവിച്ചത് ജല്ലിക്കെട്ട് ഒരു തമിഴ് സംസ്കാരമാണ് എന്നതുകൊണ്ട് ആ സംസ്കാരത്തെ ഇല്ലായ്മ ചെയ്യുവാനുള്ള പരിശ്രമത്തെ അവിടുത്തെ മുഴുവൻ ജനങ്ങളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് എതിർക്കുന്ന സാഹചര്യമുണ്ടായി. കഴിഞ്ഞ ആഴ്ച ഞാൻ ചെന്നൈയിലായിരുന്നു. അവിടെ ചുമരുകളിൽ എഴുതി വെച്ച മുദ്രാവാക്യത്തിൻ്റെ അർത്ഥമെന്താണ് എന്ന് ഞാൻ ആളുകളോട് ചോദിച്ചു. അതിലൊരു മുദ്രാവാക്യം എന്നെ ഏറെ ചിന്തിപ്പിച്ചു. ഞങ്ങൾ 70 കൊല്ലമായി ഇന്ത്യക്കാരാണ്, പക്ഷേ 7000 കൊല്ലമായി ഞങ്ങൾ തമിഴരാണ്. ഞങ്ങൾ 70 കൊല്ലമായി ഇന്ത്യക്കാരാണ്, പക്ഷെ 7000 കൊല്ലമായി തമിഴരാണ് എന്നെഴുതി വച്ച ഒരു വാചകത്തിന് ഇന്ത്യയിലെ കൾച്ചറൽ പ്ലൂരലിസത്തിൻ്റെ വലിയൊരു ചുവയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാമിക ശരീഅത്തിനെതിരായിട്ടുള്ള, മുസ്ലിം വ്യക്തി നിയമത്തിനെതിരായിട്ടുള്ള പരിശ്രമങ്ങളെയും ഈ അളവിൽ വേണം നാം കാണുവാൻ. അതുകൊണ്ട് കൾച്ചറൽ പ്ലൂരലിസം എന്നത് ഈ രാജ്യത്തിൻ്റെ അന്തസ്സത്തെയാണെന്നും ഈ രാജ്യത്ത് നിലനിൽക്കാൻ അത് ആവശ്യമാണെന്നും അതിനപ്പുറമുള്ള ആസുര ദേശീയത ഈ രാജ്യത്തിന് ആപത്ത് മാത്രമേ വരുത്തി വെക്കുകയുള്ളൂ എന്നും പ്രഖ്യാപിക്കുവാൻ നമുക്ക് സാധ്യമാകേണ്ടതാണ്. ഈ സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുവിൻ്റെ തിരുനാമത്തിൽ നിർവഹിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഒന്നുകൂടി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.